രാധിക പറയുമ്പോൾ അത് സ്ത്രീ വിരുദ്ധതയല്ല. ഷൈൻ ടോം ചാക്കോ ഓരോ ചാനലിൽ ഇരുന്നിട്ട് എന്തൊക്കെ സ്ത്രീ വിരുദ്ധമാണ് അതൊക്കെ ആഘോഷിക്കുന്നു, അതൊക്കെ ആളുകൾ എടുത്ത് ആസ്വദിച്ച് ചിരിക്കുന്നു. അതിന് താഴെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരുന്നു. അലൻസിയർ എന്തെല്ലാം പറയുന്നു, അതിന് എല്ലാവരും നിശബ്ദത പാലിച്ചു, ഇൻക്ലൂഡിങ് WCC ഉൾപ്പെടെ എല്ലാവരും നിശബ്ദരായിരുന്നു. അന്നും ചാനലിൽ വന്നിരുന്ന് ഘോരഘോരം സംസാരിച്ചത് ഞാനായിരുന്നു. സിനിമ മേഖലയിൽ നിന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഇതിനുള്ളിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രിയെ എന്തോ ഇത്രയും വൃത്തികെട്ട ഒരു മേഖലയായിട്ടാണ് തമിഴിലൊക്കെ ഓരോ യൂട്യൂബിൽ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ ഇരുന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇരുന്ന് സംസാരിക്കുന്നത് മലയാള സിനിമയെക്കുറിച്ച്. അവർക്ക് എന്തറിയാം? അതേ ഇവിടെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഓടി വരികയാണ്, ഇത് ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾക്ക് തമിഴ് റൈറ്റ്സ് തരൂ. അത് നല്ല സിനിമയാവുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്ന മലയാളിങ്ക എന്നെ എല്ലാം പൊമ്പളെങ്കള അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഈ ചെളിവാരി എറിയാൻ ഒരുപാട് പേർ കൂട്ടുനിന്നിട്ടുണ്ട്. കാരണം പല ഭാഷകളിൽ പല സംസ്ഥാനങ്ങളിൽ ചെന്നിട്ട് ഇവർ ഓരോ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇവർ പറയുന്നത് മുഴുവൻ ഈ ഇൻഡസ്ട്രിയിലെ ഏതോ ചിലർ ചെയ്യുന്ന തെറ്റുകൾ അവിടെ പർവ്വതീകരിച്ച് ഇങ്ങനെ കാണിച്ചിട്ട് എല്ലാവരുടെ മുമ്പിലും ഏറ്റവും വൃത്തികെട്ട ഒരു മേഖലയായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. അതെല്ലാം ഈ ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാർത്തകളെ തടയാൻ പറ്റില്ല. പക്ഷേ ഈ ഞാൻ പറയുന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്, വാർത്തകളല്ല പറയണേ. ഞാൻ ഒരു സ്ഥലത്ത് പോയി, ഇപ്പം ഞാൻ മദ്രാസിൽ പോയി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും തമിഴ് ഇൻഡസ്ട്രിയെക്കുറിച്ച് മോശമായിട്ട് ഞാൻ സംസാരിക്കില്ല, ഞാൻ മലയാള ഇൻഡസ്ട്രിയെക്കുറിച്ച് മോശമായിട്ട് ഞാൻ സംസാരിക്കില്ല. ഞാൻ നിരന്തരം പറയുന്നത് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ട്, അത് എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, ഇതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അല്ലാതെ അവിടെ അവർ ഇതിന് വിളിച്ചു, ഇത് വിളിച്ചു, അവർ പെൺകുട്ടി ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്. മറ്റൊരു ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരു ലേഡി തന്നെ പറഞ്ഞു, ഈ WCCയിലുള്ള അംഗം തന്നെയാണ് പറഞ്ഞത്, നടിക്ക് സംഭവിച്ച സമാനമായ ഒരു വിഷയം മറ്റൊരു നടിക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര വലിയൊരു ക്രൈമാണ്. അത് ആരാണ് ഒളിപ്പിച്ചു വെച്ചത്? ഇപ്പം പത്രസമ്മേളനത്തിൽ അവർ ചോദിച്ചു, നിങ്ങൾക്ക് സ്വമേധയാ ഇവരെ ഹേമ കമ്മിറ്റി മുമ്പാകെ കൊണ്ടുപോയി കൂടായിരുന്നോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് സ്വമേധയാ ഇറങ്ങാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാവർക്കും സ്വമേധയാ അതിനു വേണ്ടി ഇറങ്ങാം. രാധികയ്ക്ക് ഇറങ്ങാം. നേരത്തെ പറഞ്ഞ ഏത് നടിക്കെതിരെയാണോ അത് നടന്നത്, ഞാൻ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു, പോലീസ് ഇത് അന്വേഷിക്കണം. അങ്ങനെ ഓരോരുത്തർക്കും ഈ ഇൻഡസ്ട്രിയിൽ ഒരു ഡ്യൂട്ടി ഉണ്ട്, അത് ചെയ്യണം. കാരണം ഇത് നമ്മുടെ തൊഴിൽ മേഖലയാണ്. ഈ തൊഴിൽ മേഖല നന്നാക്കുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ദൗത്യമോ പുരുഷന്മാരുടെ മാത്രം ദൗത്യമോ അല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അത് ഇനിയെങ്കിലും അത് ചെയ്യണം. പക്ഷേ ഈ WCC പോലും ഇതിനകത്ത് മുന്നിട്ടിറങ്ങിയപ്പോൾ കിട്ടിയത് പരിഹാസങ്ങളാണ്. ഇപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ പോലും ഇത് വളഞ്ഞു വരികയാണ്. അതായത് ഭാഗ്യലക്ഷ്മി കൂടെ അല്ല എന്നുള്ളൊരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായി പോകുന്നത്. അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് സംസാരിച്ചത് എൻഡിലേക്ക് എത്തുക? ഇപ്പോൾ സർക്കാർ പറയുന്ന ഒരു കോൺക്ലേവിലൂടെ നമുക്കിത് പരിഹരിക്കാമെന്നൊക്കെയുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു. അത് ഒരു തരത്തിലും ആർക്കും സ്വീകാര്യമല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ പൊതുസമൂഹം കൈകാര്യം ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമ്മളിത് കൈകാര്യം ചെയ്യാന്നുള്ളതിന് ഒരുപാട് സൊല്യൂഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതെല്ലാവരും കൂടെ സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ പോലും സംസാരിച്ചപ്പോൾ കിട്ടിയ ഇത്തരത്തിലുള്ള ട്രോളുകളിലൂടെയാണ് WCC ഈ തരത്തിൽ ഇത് കൈകാര്യം ചെയ്തത്. അപ്പോൾ WCCയെ ഗ്ലോറിഫൈ ചെയ്യാനല്ല ഞാൻ ചെയ്യുന്നത്. WCC ചെയ്ത കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസ്കഷൻ തുടങ്ങി വെക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയ്ക്ക് തന്നെ ഇങ്ങനെ നേരിടുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങനെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുക? സർക്കാർ ഇത് കോൺക്ലേവ് എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ആരാണ് ട്രോളുകൾ ഉണ്ടാക്കിയത്? സിനിമാ സംവിധായകർ. FEFCAയുടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നത്, ഉണ്ണികൃഷ്ണൻ്റെ കുറിപ്പിൽ, ഫേസ്ബുക്ക് കുറിപ്പിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ കാരവാനകത്തിരുന്ന് ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നവരാണ് എന്നാണ് അതിൻ്റെ സെൻറ്റൻസ്. അത് ട്രോളല്ല, അതൊരാളുടെ അഭിപ്രായമാണത്. അതിപ്പോൾ എന്ത് ചെയ്യാം? ട്രോളാക്കി ഇപ്പം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എന്തെല്ലാം വൃത്തികെട്ട ട്രോളാക്കി വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല, അഭിപ്രായം തന്നെ ട്രോളാണ് എന്ന് വെച്ചാൽ കാരവാനിലിരുന്ന് നിങ്ങളിത് പറയുന്നു. അതെ, അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കാരവാനിലിരുന്നു ഫേസ്ബുക്കിൽ കൂടിയല്ല ഒരു സംഘടന നടത്തേണ്ടതെന്ന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെ ഇതുവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംവിധാനം.
ആ സംവിധാനമാണ് അത് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് വിസിബിളായിട്ട് മഞ്ജു വാര്യർ ഉണ്ടായിരുന്നില്ല. സംഘടനയിൽ ഉണ്ടെന്ന് തന്നെയാണ് സംഘടനാ ഭാരവാഹികൾ പറയുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ഇത് പുറത്തു വന്നു. അപ്പോൾ ആ പുറത്തു വന്ന സംഘടനയ്ക്ക് തന്നെ നേരിടേണ്ടി വരുന്ന ഇങ്ങനൊരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിനകത്ത് എന്താണ്, ഏത് രീതിയിൽ പോകണമെന്നാണ് ഈ ആഗ്രഹിക്കുന്നത്? കോൺക്ലേവ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആരാണ് ഇരകൾ? ആരാണ് വേട്ടക്കാർ? പോട്ടെ, ഇരകൾ സ്ത്രീകളാണ് ഇരകൾ, നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. വേട്ടക്കാരാരാണ്? അവരൊരു ലിസ്റ്റ് പറയണം. ഇന്ന ആൾക്കാർ ഈ കോൺക്ലേവിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാതെ അടച്ച് ആരും ഉണ്ടാവരുത്, നമ്മൾ സ്ത്രീകളും സർക്കാരും മാത്രം എന്ന് പറഞ്ഞൊരു കോൺക്ലേവ് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയെ മുമ്പോട്ട് നയിക്കാൻ പറ്റുമോ? പറ്റില്ല. അത്രേ ഉള്ളൂ. അതേ ഞാനും പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ആരൊക്കെ വേണ്ടെന്ന് നിങ്ങളൊരു ലിസ്റ്റ് കൊടുക്ക്. ഏതൊക്കെ പുരുഷന്മാരെ വേണം എന്ന് പറയുമ്പോൾ മുഖ്യധാരാ സിനിമയുടെ പല ആളുകളെയും കൂടി അതിൽ ഉൾപ്പെടുത്തണം. അല്ലാതെ അവർക്കിഷ്ടപ്പെട്ട, ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ ഈ പറയുന്ന പല ആളുകളും സ്ത്രീ വിരുദ്ധമായി സംസാരിച്ചപ്പോഴൊന്നും ഇവരാരും ഒന്നും പ്രതികരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് കൂടി പറയൂ. അല്ല, അത് ഇന്ന കാര്യത്തിൽ ഇന്ന ആൾക്കാർ പ്രതികരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ശരി. ഭാഗ്യലക്ഷ്മിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഭാഗ്യലക്ഷ്മിക്ക് അതെങ്ങനെ? അവരെന്തിനാണ് ഈ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്? എന്തിനാണ്? സ്ത്രീകൾ ഒരുപാട് അപമാനം അനുഭവിക്കുന്നു, സ്ത്രീകളെ ഒരുപാട് മോശമായി ഇവിടെ ചിത്രീകരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു സിനിമയിൽ ആ നടിയുടെ മമ്മൂട്ടിയെ നടിയുടെ പാൻറ്റിൽ പിടിച്ചു എന്ന് പറഞ്ഞാൽ അന്നൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് ആരായിരുന്നു? അവരുടെ ഒരു അംഗം തന്നെയാണ്. അതെല്ലാം ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു അവാർഡിൻ്റെ ശില്പം കാണുമ്പോൾ, ഒരു കേരള സംസ്ഥാന അവാർഡിൻ്റെ ശില്പം കാണുമ്പോൾ അത് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വികാരമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് സ്ത്രീകളെ തന്നെയാണ് ഈ പറയുന്നത്. അത് പ്രതികരിക്കേണ്ട കാര്യം. കാരണം ഇത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി, സ്ത്രീകൾ അപമാനപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ന് പറയാൻ ഇത്രയും ഉന്നത ഇതിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ എല്ലാ രീതിയിലും കഴിവുകൾ തെളിയിച്ചിട്ടുള്ള അവർക്കല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ഇതിപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുന്നത് ഒരു ഭരണഘടനാപരമായ സംവിധാനത്തിൽ നമുക്ക് ആരോപിക്കാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ഭരണഘടനാ സംവിധാനത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാർ ബോഡി അല്ല ഇതൊരു പ്രൈവറ്റ് സംവിധാനം, ഇല്ലെങ്കിൽ ഒരു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഇങ്ങനെയാണ് അത് ഇങ്ങനെയാണ്. പക്ഷേ ഭാഗ്യലക്ഷ്മി ചോദ്യം ചെയ്യുമ്പോൾ ഇതൊന്നും ഇല്ല. ഭാഗ്യലക്ഷ്മിക്ക് ചോദ്യം ചെയ്യാൻ അത് ഭാഗ്യലക്ഷ്മിയുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ അവർ പ്രതികരിക്കട്ടെ, അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയത്തിൽ അവർ പ്രതികരിക്കാതിരിക്കട്ടെ. അവരുടെ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കട്ടെ, അവരുടെ മിത്രങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രതികരിക്കാതിരിക്കട്ടെ. അത് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോട്ടെ. ശരി, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ച് കോൺക്ലേവ് നടത്തട്ടെ. അല്ലല്ല, സെലക്റ്റീവായ പ്രതികരണങ്ങൾ നമ്മൾ പറയാം. പക്ഷെ സർക്കാരിന്റെ സംവിധാനം വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ്. അത് സർക്കാർ, നിങ്ങളിപ്പോ സർക്കാരിന്റെ കാര്യമല്ലല്ലോ ചോദിച്ചത്. അല്ല, സർക്കാരിന്റെ WCCക്ക് വേണ്ടിയാണല്ലോ ഇപ്പോ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമല്ല. സർക്കാരിന്റെ കോൺക്ലേവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മിയുടെ അടുത്തുള്ള ചോദ്യം. സർക്കാരിൻ്റെ കോൺക്ലേവ് എന്ന് പറയുന്നത് സർക്കാർ തീരുമാനിക്കും ഇതിൽ ആരിക്കണം എന്നുള്ളത്. അത് ഭാഗ്യലക്ഷ്മി പറഞ്ഞാലും സർക്കാർ സ്വീകരിക്കില്ല, WCC പറഞ്ഞാലും സ്വീകരിക്കില്ല, ഫെഫ്ക പറഞ്ഞാലും സ്വീകരിക്കില്ല, അമ്മ പറഞ്ഞാലും സ്വീകരിക്കും. സർക്കാർ തീരുമാനിക്കും ഇവിടെ ആരിക്കണം.